ഒരു പ്രദേശത്തിൻ്റെ ദീർഘകാല സ്വപ്നം. അതാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പം കൂടിയതുമായ പാലമാണിത്. അമ്പൂരിയിൽ ഒറ്റപ്പെട്ടുപോയ ആദിവാസി മേഖലയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിന് ഈ പാലം വലിയ തോതിൽ ഉതകും. 11ഓളം ആദിവാസി പ്രദേശങ്ങളിൽ താമസിക്കുന്ന 1000-ലധികം കുടുംബങ്ങളുടെ ചിരകാല അഭിലാഷമാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിലൂടെ പൂർത്തിയാകുന്നത്. നൃപൻ ചക്രവർത്തി കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. നൃപൻ, വലിയ ഒരു സ്വപ്നം അതാണ് ഇന്ന് ഈ 11 ആദിവാസി ഉന്നതികളിലെ ജനതയ്ക്ക് സാക്ഷാത്കരിക്കുമായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു ചിരകാല അഭിലാഷം ഇന്ന് സാധ്യമാകുമ്പോൾ അതൊരു വലിയ ചരിത്രമാവുകയാണ്, ഇത്തരത്തിലൊരു വലിയ നേട്ടമായി കൂടി മാറുകയാണ്. ആദ്യ പിണറായി സർക്കാരിൽ ഭരണാനുമതി കിട്ടിയ ഈ ഒരു പാലം ഇന്നിപ്പോൾ പൂർത്തിയാകുമ്പോൾ അത് കൊടുത്ത വാക്ക് പാലിക്കപ്പെടുമെന്നുള്ള ഒരു ഉറപ്പുകൂടി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അല്ലേ? തീർച്ചയായും ഒരു ജനതയുടെ മുഴുവൻ ജീവിത സാക്ഷാത്കാരം, അവരുടെ കണ്ട സ്വപ്നം, അതായത് സ്വാതന്ത്ര്യാനന്തരം ഈ പറഞ്ഞ നെയ്യാർ ഡാം റിസർവ് വന്ന ശേഷം ആ തുരുത്തിൽ ഒറ്റപ്പെട്ടുപോയ 11 ആദിവാസി ഉന്നതികൾ, അവിടെ നിന്ന് ഏകദേശം വരുന്ന 1000-ഓളം വരുന്ന കുടുംബങ്ങൾ, അവർക്ക് നഗരത്തിൽ എത്തുക എന്നത് ആ കടത്തുവള്ളങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന അപകടങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം. ആ ജീവിതത്തിന് മാറ്റമുണ്ടാകണമെന്ന് ഇടത് സർക്കാർ തീരുമാനിക്കുന്നു. 2016 വന്ന ഇടതുമുന്നണി സർക്കാരിന്റെ അവസാന കാലത്താണ് അതിന്റെ ഭരണാനുമതി ലഭിക്കുന്നത്. അത് 2026 കൃത്യമായി പൂർത്തിയാക്കി എന്നതാണ്. 24.5 കോടി രൂപ കിഫ്ബി എന്ന പദ്ധതി എങ്ങനെയാണ് ജനങ്ങളെ തൊട്ടറിയുന്നത്, അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടാകുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി കുമ്പിച്ചൽ കടവ് പാലത്തെ എടുക്കേണ്ടി വരും. ഒരു ജനതയുടെ മുഴുവൻ ആ പ്രദേശത്തെ, ഈ മലയോര പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ രാഷ്ട്രീയത്തിനതീതമായി ഈ പാലം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി അദ്ദേഹം നാടമുറിച്ചാണ് പാലത്തിലേക്ക് ആദ്യത്തെ യാത്രയ്ക്കുള്ള സൗകര്യം ഒരുക്കിയത്. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പൊതുസമ്മേളനത്തിൽ പാലം നാടിന് സമർപ്പിച്ചു. ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ്, പട്ടികജാതി ക്ഷേമ വികസന വകുപ്പ് മന്ത്രിയായിട്ടുള്ള OR കേളു, സ്ഥലം MLA പാറശാല MLA ആയിട്ടുള്ള CK ഹരീന്ദ്രൻ അടക്കമുള്ള നേതാക്കളാണ്, ജനപ്രതിനിധികളാണ് പാല ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചത്. വളരെ പ്രൗഢഗംഭീരമായ ഒരു ജനങ്ങളുടെ അത്രയേറെ സ്വീകാര്യത സർക്കാരിന് എത്രമാത്രം ഉണ്ട്, ഇച്ഛാശക്തിയോടുകൂടി സർക്കാർ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. എല്ലാ സർക്കാർ വന്നാലും ആര് വന്നാലും ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന് ജനതയ്ക്ക് ഒരു നിരാശ ഉണ്ടായിരുന്ന കാലമായിരുന്നു 2016 വരെ. 2016 ശേഷം നാഷണൽ ഹൈവേയുടെ വികസനമാകട്ടെ, മലയോര ഹൈവേ ആകട്ടെ, തീരദേശ പാതയാകട്ടെ, ഗെയിൽ പൈപ്പ് ലൈൻ ആകട്ടെ, ഇടമൺ കൊച്ചി പവർ പദ്ധതിയാകട്ടെ, അങ്ങനെ എല്ലാ വൻകിട പദ്ധതികളും ചെറുകിട പദ്ധതികളും എല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കി എന്നതാണ്. അതുകൊണ്ട് സർക്കാരുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ സർക്കാരിന്റെ നിലപാടാണ്, അത് ഏറ്റവും നിരാലംബരുമായിട്ടുള്ള മനുഷ്യരെ കൂടി പരിഗണിക്കുന്നതാണ് ഇടതു സർക്കാർ. അതിന്റെ ഏറ്റവും വലിയ വിജയമാണ് കുമ്പിച്ചൽ കടവ് പാലം. അത് സമയബന്ധിതമായി പൂർത്തിയാക്കി. ഒപ്പം തന്നെ അത് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് ടൂറിസം ഒരു പ്രോജക്റ്റായി മാറുകയാണ്. പാലത്തിന്റെ ടൂറിസം പ്രോജക്റ്റിൽ ബ്രിഡ്ജ് ടൂറിസത്തിൽ ഉൾപ്പെടുത്തി അതിന് 1 കോടി രൂപ അന്ന് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു സമഗ്രമായ പദ്ധതി ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അമ്പൂരിയിൽ കുമ്പിച്ചൽ കടവിൽ നിർവഹിച്ചത്. സിന്ധുവിൽ. ശരി നൃപൻ, അതെ, ഒരു അടിസ്ഥാന ആവശ്യം എന്നതിനേക്കാൾ ഉപരി അതിനോടൊപ്പം തന്നെ ഒരു വികസന മുഖമായി ഈ ഒരു കുമ്പിച്ചൽ കടവ് പാലത്തെ മാറ്റുക, അതിൻ്റെ ഒരു ഒത്തൊരുമയാർന്ന ഒരു പ്രവർത്തനമാണോ, അതിൻ്റെ സാക്ഷാത്കാരമാണ് നമുക്കിന്നിവിടെ കാണുവാൻ സാധിച്ചത്. എന്തായാലും ഇത്തരത്തിൽ കൊടുത്ത വാക്ക് പാലിക്കുക, അതിനോടൊപ്പം തന്നെ എല്ലാ ജനങ്ങൾക്കും, മുഖ്യമന്ത്രി എപ്പോഴും പറയുന്നൊരു വാചകമാണ് വികസനത്തിൻ്റെ രുചി എല്ലാവരിലേക്കും എത്തിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഏകോപനത്തോടുകൂടി ചെയ്യുന്ന ഒരു സർക്കാരാണ് പിണറായി സർക്കാർ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിൻ്റെ തെളിവുകളാണ് ഓരോന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും.